Radio Mango 91.9. തൃശൂർ സൂപ്പർ ഫാസ്റ്റിൽ ഓസ്കാർ 2 സ്പെഷ്യൽ ഗസ്റ്റുകളാണെന്ന് നമ്മുടെ ഡീസോണില് കലാപ്രതിഭയായിട്ടുള്ള മനുവും കലാതിലകമായിട്ടുള്ള ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്താ ചെയ്യണേ? ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു, തൃശ്ശൂർ വിമല കോളേജ്. മനു? ഞാൻ ബിടെക് ഫൈനൽ ഇയർ തലക്കോട്ടുകര വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എഞ്ചിനീയറിംഗ്. ഏതാ എഞ്ചിനീയറിംഗ്? ഏതായിരുന്നു? മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ശ്രീലക്ഷ്മി എന്തോ എന്തൊക്കെയായിരുന്നു പ്രധാന ഐറ്റംസ്? ഞാൻ 4 ഐറ്റത്തിനാണ് പങ്കെടുത്തത്. മോഹിനിയാട്ടം, കുച്ചിപ്പുടിയും, ഓട്ടംതുള്ളലും, കഥകളിയും. ഈശ്വര, ഞാൻ ശിഷ്യപ്പെടേണ്ടി വരും. ഞാൻ ഡാൻസ് പഠിക്കണം എനിക്ക് ഇറങ്ങി നടക്കരുന്നു. എന്താ വെച്ച് പഠിക്കാനേ? അല്ല വേണ്ട, അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, Okay. വളരെ സീക്രട്ട് ആയിട്ടുള്ള ചോദ്യം. ഈ ആൺകുട്ടികൾ ഡാൻസ് പഠിച്ചു കഴിഞ്ഞാലേ ഒരു വശവശ അങ്ങനെ വലുതും ഉണ്ടോ? ശരിക്കും തെറ്റിദ്ധാരണയാണോ? അത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നില്ല. ആൺകുട്ടികൾ ഡാൻസ് പഠിച്ചോണ്ട് അങ്ങനെ ഉണ്ടാവില്ല. ചിലവര് വേണമെന്ന് വെച്ച് അങ്ങനെ നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണല്ലേ? ശ്രീലക്ഷ്മി നാടോടി നൃത്തത്തിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല 4 ഐറ്റം പങ്കെടുക്കാൻ പാടുള്ളൂ ഇൻഡിവിജ്വലായി. ആണല്ലേ? എന്റെ ഫേവറേറ്റ് ആണ് മലങ്കൂറവ. അവരോടി എവിടെ പഠിക്കുന്നത് ശ്രീലക്ഷ്മി? വിമല കോളേജിലാണ് പഠിക്കുന്നത്. വിമല കോളേജിലെ ഏത് കോഴ്സാ? ഞാൻ BA ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ആണ്. മനു എവിടെ പഠിക്കണേ? ഞാൻ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്. ഏതെടുത്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. അത് ശരി. അല്ല മനുവിന്റെ ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ഞാൻ ചെണ്ട മൃദംഗം 2 ഐറ്റത്തിലാണ് പങ്കെടുത്തത്. ചെണ്ടയും മൃദംഗവും. പിന്നെ ഗ്രൂപ്പ് ഐറ്റം എന്തുണ്ടായിരുന്നോ? ഗ്രൂപ്പ് ഐറ്റത്തിൽ ഒന്നിനും പങ്കെടുത്തില്ല. ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. എന്ന് പറഞ്ഞു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ബുദ്ധിമുട്ടല്ലേ? മാത്രമേ ഓർമ്മ വരുള്ളൂ. ശരി, ചോദിക്കാം. ശ്രീലക്ഷ്മിയോട് ഇരിക്കണം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വിളക്കുണ്ട്, ടൗണിലേക്ക് വരാറില്ലേ? ഈ വിളക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ക്ലൂ തരാം. ഈ വിളക്കിന്റെ പേരെന്ന് പറയുന്നത് അതിന്റെ ആ വിളക്ക് വെച്ചിട്ടുള്ള എണ്ണമാണ്. അത്രയും വിളക്കുണ്ട്, അതുകൊണ്ട് ആ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നു. അതിൽ നേരെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അരിയങ്ങാടിയിലേക്ക് കയറും. പിന്നെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മുനിസിപ്പൽ സ്റ്റാൻഡിലെത്തും. 5 വിളക്ക്. അവിടെ 5 എണ്ണം ഉണ്ട് വിളക്ക്, അതുകൊണ്ട് അതിന് 5 വിളക്കിന് പേരിട്ടു. വെരി ഗുഡ്. ഇനി മനുവിനോട് വരൂ. ശരി, ഒരു കാര്യം ചെയ്യാം. നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ലേ? നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കയറി കഴിഞ്ഞാലേ അവിടെ നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ചുക്കും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് മഞ്ഞ ബോർഡിൽ കറുത്ത ലെറ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ തൃശ്ശൂർ നല്ല എഴുതിയേക്കണേ. പിന്നെന്താ എഴുതിയേക്കണേ? റൈറ്റ് ആൻസർ. അതാണ്. കലക്കി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സെക്കൻഡ് ഫേസ് പോലെ നാട്ടിലെങ്കും പാട്ടായി. ശ്രീലക്ഷ്മി ഒരു കാര്യം ചോട്ടെ, ഈ ഡാൻസ് കളിച്ചിട്ട് നമുക്ക് ഈ കലാതിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ സിനിമയിലേക്കാണുള്ള എൻട്രി. താല്പര്യം ഉണ്ടോ ആ റൂട്ട്? ഇല്ല. അതെന്ത് പറ്റി? ഇല്ല, ഞാനും മയൂഖ് എന്നുള്ള ഫിലിമിൽ ബാലതാരമായിട്ട് ചെയ്തിരുന്നു. അതിലൊരു ഈ പുഴയും എന്നുള്ള സോങ് കേട്ടിട്ടുണ്ട്. അതിലുണ്ടല്ലേ? ഇനി ആ സിനിമ വരുമ്പോ നമുക്ക് ശ്രദ്ധിക്കാം. മനുവിന് ആ റൂട്ടുകളിലും താല്പര്യമുള്ള റൂട്ടാണോ? ഇല്ല. അത് എന്താ സിനിമ അത്ര മോശമാണോ? സിനിമ അത്ര മോശമുണ്ടല്ല, ഞാൻ ഭയങ്കര മോശമുണ്ട് അഭിനയിക്കാൻ മോശമല്ലേ? ശ്രീലക്ഷ്മിയോട് ഞാൻ ചോദിക്കാം. ശ്രീലക്ഷ്മി, നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് എപ്പോഴാണ്? ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ ഓരോ സന്ദർഭങ്ങളിൽ അഭിനയിച്ചിരിക്കുകയാണല്ലോ. അതെ, ശ്രീലക്ഷ്മി ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന എപ്പോഴാണ്? ഈ തിങ്കളാഴ്ച ആകുമ്പോ തലവേദന ഒക്കെ ഉണ്ടോ? തലകറക്കം, വയ്യ, കോളേജിൽ പോകാൻ വയ്യ, അവരോട് ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ അസുഖമൊന്നുമില്ല. കോളേജിൽ പോകാൻ മടിയൊന്നുമില്ല. മനു സ്ഥിരം ഇറക്കുന്ന നമ്പർ ഏതാ? കള്ളം പറയുമ്പോ അഭിനയിക്കാറുണ്ട് ഞാൻ. ഭയങ്കര ആക്ടിങ് ആയിരിക്കുമല്ലേ? മുഖത്തിങ്ങനെ എക്സ്പ്രഷൻ ശിവാജി ഗണേശനാവുന്നു. എന്നൊരു കാര്യം ചെയ്യും, ഈ ഫേസിൽ ഞാൻ മനുവിനോട് ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ട്. നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയില്ലേ? മണ്ണുത്തിയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏതാ? കാർഷിക അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്. അതന്നെ, വീണ്ടും തകർത്തു. വെരി ഗുഡ്. ഇനി ശ്രീലക്ഷ്മിയോട്. ശ്രീലക്ഷ്മി, ദേവരോട് ചോദ്യം. ഞാൻ ഒരു കഥ പറയാം. നമ്മുടെ സംസ്ഥാന യുവജനോത്സവം പങ്കെടുത്തിട്ടില്ലേ? കലാമണ്ഡലത്തിലായിരുന്നു. അത് കുഴപ്പമില്ല. ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ ഫസ്റ്റ് ടൈം ഇത് നടക്കുന്ന സമയത്ത് നമ്മുടെ യേശുദാസ് ഒരു പാട്ട് പാടി. അപ്പൊ അതിന് മൃദംഗം വായിച്ചത് ഒരു തൃശ്ശൂരുകാരൻ കുട്ടി. ആ കുട്ടി പിന്നീട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരനായി. ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു പാട്ടുകാരനായി പോയി. ജയചന്ദ്രൻ. കലക്കി. രണ്ടുപേരും കലക്കി. ഈ കലാതിലകത്തിന് ശേഷം കലാപ്രതിഭയതിനു ശേഷം മനുവിനും ശ്രീലക്ഷ്മിക്ക് കോളേജിൽ ചെല്ലുമ്പോൾ റെസ്പോൺസ് എന്തായിരുന്നു? കോളേജിൽ വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് ഇന്ന് കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എത്ര പേര് പറഞ്ഞത്. പിന്നെ എനിക്ക് നിലത്തേക്കാൻ പറ്റിയില്ല. നിലത്തേക്ക് എന്തേ? അതെന്താ അങ്ങനെ പൊക്കി കൊണ്ടുവരുന്ന? ഫസ്റ്റ് തന്നെ പൊക്കിയെടുക്കാണ് ചെയ്തത്. അപ്പൊ ഭയങ്കര സന്തോഷായില്ലേ? ഞാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അനുഭവമായിരിക്കും. എനിക്കിത് ആദ്യമായിട്ടല്ല മനു, പിന്നെ പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്, പക്ഷെ കലാപ്രതിഭയായിട്ടല്ല അത് മാത്രം. ശ്രീലക്ഷ്മി എന്തോ ശ്രീലക്ഷ്മിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഇന്ന് മനുചേട്ടൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. പക്ഷെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ കുറെ ടീച്ചേഴ്സ് ഇന്ന് ലീവായിരുന്നു. അയ്യോ, ഒരു ടീച്ചർ മാത്രമേ വന്നിരുന്നു. വെക്കേഷനാണ് നാളെ തൊട്ട്. അയ്യോ, മിസ്സായി പോയി. തേർഡ് ഫേസിൽ ചെറിയ കാര്യമുണ്ട്. ഈ ഫേസിൽ ഞാൻ ചോദിക്കില്ല, എന്നോട് ചോദ്യം ചോദിക്കണം. വളരെ ചെറിയ ചോദ്യം, ഞാൻ ഉത്തരം പറഞ്ഞ പോയിന്റ് പോകും. നാട്ടിലെങ്കും പാട്ടായി. മനുവിന് എന്തൊക്കെ ഇതിനു മുമ്പ് അവാർഡ് കിട്ടിയിട്ടുള്ളത്? ഇതിനു മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് മൃദംഗത്തിന് സ്റ്റേറ്റിലെ ഗ്രേഡ്. സ്റ്റേറ്റിലെ ഗ്രേഡ്. ഈ
ക്ലാസ്സിൽ പോകുമ്പോഴേ ബോർ ഒരു ക്ലാസ്സുകൾ വരുമ്പോഴേ തിരികെടുത്തും കൊട്ടാറുണ്ട് ആ ഡെസ്കില് ക്ലാസ്സിലെ സമയത്ത് കൊട്ടാറില്ല ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് കൊട്ടാനൊന്നും ഓർമ്മ വരില്ല. ശ്രീലക്ഷ്മി സ്റ്റെപ്പ് ഇടാറുണ്ടോ? എന്റെ മുഖത്ത് ഭാവങ്ങൾ കണ്ട ടീച്ചർ പറയാറുണ്ട്. ഭയങ്കര എക്സ്പ്രഷൻസ് ആയിരിക്കും അല്ലേ? ഞാനത് ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. ഈ ഡാൻസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടികളോടെ സംസാരിക്കുമ്പോൾ ഒരു ഓവർ എക്സ്പ്രഷൻ കാണിക്കില്ല, അതെന്താ കാരണം? കണ്ണൊക്കെ കുറച്ച് ഉരുട്ടും പുരികം കൊണ്ട് 2 കളിയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും. ഡാൻസ് അവർ സ്ഥിരം പ്രാക്ടീസ് ചെയ്തോണ്ടായിരിക്കും. ഹാങ് ഓവർ ആയിരിക്കും. ശരി, ഒരു ചാൻസ് തരാം. ശ്രീലക്ഷ്മിയെ എന്നോട് ചോദിച്ചു. ശ്രീലക്ഷ്മി ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അടുക്കളയിലൊക്കെ കയറാറുണ്ടോ? അടുക്കളയിൽ ഞാൻ പിന്നെ കയറാറുണ്ട്. ഞാൻ ഈ മോരുണ്ടാക്കാൻ ഭയങ്കര പുലിയാ. മോരുണ്ടാക്കാനോ? പിന്നെ പപ്പടം കാച്ചാനും ഭയങ്കര സംഭവമാണ് ഞാൻ. അത് ശരി. ഇല്ല, ഞാൻ കാര്യമായിട്ട് കയറാറില്ല, ഫുഡ് അടിക്കാൻ മാത്രമേ കയറാറില്ല. എന്നാലും ചോദിച്ചോളൂ, ഞാൻ വലിയ സംഭവമല്ലേ. ചെറിയ ഉള്ളി കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ അറിയോ? അതുകൊണ്ട് അതും ഉണ്ടാക്കുമോ? അതും ഉണ്ടാക്കും. ഈ ചെറിയ ഉള്ളി എന്ന് പറയുമ്പോ ഈ കണ്ണ് അതിപ്പോ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും? ഭയങ്കര വിലയല്ലേ? അത് ശരിയാണ്, എന്നാലും അച്ചാർ ഉണ്ടാക്കാൻ അറിയും. ഇല്ല, അച്ചാർ ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഉദ്ദേശിച്ചത്. അതെ, ചെറുള്ളി വേണം, മുളക് വേണം, പിന്നെ സ്പൂണ് വേണം. അത് കഴിക്കാൻ സ്പൂൺ വേണ്ടേ? അച്ചാർ ഉണ്ടാക്കിയല്ലേ കഴിക്കുന്നത്. ഞാൻ തോറ്റു. ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് വലിയ കാര്യമുണ്ടാ? അടുക്കള ഫുഡ് അടിക്കാൻ മാത്രമേ കാണുള്ളൂ. പറഞ്ഞോളൂ കേക്കട്ടെ. അതിന് ചെറിയ ഉള്ളി വേണം. ചെറിയുള്ളി വേണം, അത് ഞാൻ പറഞ്ഞു. പിന്നെ സാധാരണ പോലെ തന്നെ അച്ചാറിന്റെ പൊടി വേണം. അച്ചാറിന്റെ പൊടി വേണം. ഉപ്പ് വേണം. അത് ശരി. വേണം. അച്ചാറിന്റെ പൊടി എന്ന് പറയുന്നതല്ലേ? കടുക് വേണം. കടയിൽ ഒരു പാക്കറ്റ് അച്ചാർ വാങ്ങിയാൽ മതി. എങ്ങനെ വെച്ചാ അതുപോലെ അല്ലേ? കടുക് വേണം. കടുക് വേണം. എന്നിട്ട് എടുത്തു വെക്കണം. പാകമായി എടുത്ത് കഴിക്കണം. കൺഗ്രാജുലേഷൻ, എന്നെ തോൽപ്പിച്ചു. പോയിന്റ് കിട്ടി. ഇനി വരൂ പോരട്ടെ, ചോദ്യം പോരട്ടെ. സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ ആയിരിക്കണം. ശരി. ഒരു അച്ഛനും മകനും കൂട്ടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പോയിക്കൊണ്ടിരിക്കുക. ആക്സിഡന്റ് ആയി. പെട്ടെന്ന് വണ്ടി ആക്സിഡന്റ് ആയി. ഈശ്വര. മകനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ്. അപ്പൊ മെയിൻ ഡോക്ടർ വന്നു. മെയിൻ ഡോക്ടർ വന്നിട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മുഖം നോക്കുമ്പോ പറഞ്ഞു, ഈ ഓപ്പറേഷൻ ഞാൻ ചെയ്യില്ല, കാരണം ഇതെന്റെ മകനാണെന്ന് പറഞ്ഞു. വൈ? ഇനി ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഇല്ല, വൈ? അതാണ് ചോദ്യം. അതിപ്പോ ഇനിയിപ്പോ നമ്മുടെ ഡോക്ടർ ലേഡി ഡോക്ടറാവോ? ലേഡി ഡോക്ടറെ അമ്മയാവോ? ഞാൻ ലോജിക്കലി ജാതി പുലിയുണ്ടാവില്ല. ഏതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളക്ടറായ തൃശ്ശൂർ കളക്ടറായ. ഒരു കാര്യം ചെയ്യാം, ഈ രണ്ടുപേരും ഇട്ടുകൂടി ടോട്ടൽ പോയിന്റ് എത്രയെന്ന് അറിയണ്ടേ? കലാപ്രതിഭയും കലാതിലകം കൂടി ചെന്നപ്പോൾ ടോട്ടൽ പോയിന്റ് എത്രയും നോക്കാം. ഇപ്പൊ അറിയാം. റേഡിയോ വായിക്കണം. 1.9 നാട്ടിലെങ്കം പാട്ടായി. ഓസ്കാർ മനു ശ്രീലക്ഷ്മി ആയിരുന്നു. അതായത് നമ്മുടെ ഡി സോണിലെ കലാപ്രതിഭയും കലാതിലകം ആയിരുന്നു. ഇന്ന് സൂപ്പർ ഷോയിലെ അടിപൊളിയായിട്ട് മത്സരിച്ചു. 9 പോയിന്റ് കിട്ടി. ഒരെണ്ണത്തിന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ ബുദ്ധിപൂർവ്വം ഉത്തരം പറഞ്ഞു. അങ്ങനെ ഒരു പോയിന്റ് പോയി. ലാസ്റ്റ് ഫേസിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യം മനുവിന് എന്റെ മുന്നിൽ തോൽക്കേണ്ടി വന്നു. ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ വലിയ സംഭവല്ലേ. എന്നാലും ഇന്നത്തെ ഇവരുടെ ടോട്ടൽ പോയിന്റ് എത്രയാ പറയും? 9 പോയിന്റാണ് കിട്ടിയാണ്. അത് മാത്രമല്ല, ശ്രീലക്ഷ്മി മനു തന്നെയാണ് സൂപ്പർ പെയറും. കൺഗ്രാജുലേഷൻ. അവൻ ഇതുപോലെ സൂപ്പർ ഡിഷമിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം വിളിച്ചോളൂ. ഇതുവരെ കാണാത്ത ഒരാളെ പരിചയപ്പെടാം, ഫ്രണ്ട് ആവാം, ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഉത്തരം പറയാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യം വെച്ച് എന്നോട് ചോദിക്കുകയും ചെയ്യാൻ സമ്മാനം കിട്ടും. വേഗം വിളിച്ചോളൂ. 2444919. 91.9.